പിതാവിന് എൻ്റെ പ്രണാമങ്ങൾ. രുദ്രദേവ, താങ്കളെ അഭിനന്ദിക്കാനായി എത്തിയിരിക്കുന്ന അയൽ രാജ്യത്തെ രാജകുമാരന്മാരാണിത്. നിരവധിയിലെ യുവരാജൻ ചാലൂക്യ വീരഭദ്രൻ. യുവരാജൻ, അങ്ങയുടെ സാഹസങ്ങളെക്കുറിച്ച് നമ്മുടെ ഗോദാവരി തീരത്ത് പല കഥകളും കേട്ടു. നമുക്ക് നടത്തിയാലോ ഒരു പ്രകടനം? വർദ്ധമാനപുരം ബാലഗുരു ഗോനബുദ്ധ റെഡ്ഡിയുടെ പുത്രൻ ഗോന ഗന്ന റെഡ്ഡി. യുവരാജൻ വലിയ സാഹസികനല്ലേ? വാൾപ്പയറ്റിന് അംഗം കുറിച്ചാലോ? രണ്ടു വയസ്സ് ഇളയവനാണ്. എങ്കിലും യുദ്ധവിദ്യയിൽ വീരശൂര പരാക്രമി എന്ന് പേരെടുത്തിയാളാ ഗോന ഗന്ന റെഡ്ഡി. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കിക്കളയാം. നിന്റെ പ്രകടനം കാണുമ്പോൾ എന്നും നീ ആയിരിക്കും നമ്മുടെ പ്രതിയോഗി എന്ന് തോന്നുകയാണ് ഗന്നാറെഡ്ഡി. ഗോന ഗന്ന റെഡ്ഡി. എത്രയും പെട്ടെന്ന് വർദ്ധമാനപുരത്ത് എത്തണമെന്ന് താങ്കളുടെ ഇളയച്ചൻ ലഘുമയ രാജൻ സന്ദേശം അയച്ചിരിക്കുന്നു. ഉടൻ തന്നെ പുറപ്പെട്ടാലും. പുറപ്പെടുന്നു യുവരാജൻ. വീണ്ടും യോദ്ധാക്കളുടെ പ്രകടന വേദിയിൽ കാണാം. ഗന്നാറെഡ്ഡിയുടെ അച്ഛൻ ഗോനബുദ്ധരാജൻ അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. വർദ്ധമാനപുരം വല്ലാത്ത ആശങ്കയിലായിരിക്കുന്നു. വല്ലാത്ത കഷ്ടമായി പോയി. യോദ്ധാക്കൾ ഇതെല്ലാം നേരിടണം. താങ്കൾ എന്തിനാ അതോർത്ത് വിഷമിക്കുന്നത് യുവരാജൻ? സുന്ദരമായ ഈ ഒറ്റക്കൽ നഗരം ഒന്ന് വലം വെച്ച് വരികയാണെങ്കിൽ താങ്കളുടെ മനസ്സിനൊരു ഉന്മേഷവും ഉണ്ടാകും. വന്നാലും. അയ്യോ, കോട്ടയ്ക്ക് പുറത്തോ? നമുക്കതിനുള്ള അനുവാദം ഇല്ല. അനുവാദമോ? എന്തിന് യുവരാജൻ? അങ്ങനെ അനുവാദം വാങ്ങി ചെയ്യുന്നതിൽ എന്ത് രസമാണുള്ളത്? എന്നാലും ശിവദേവാചാര്യൻ ഇത് അറിഞ്ഞാൽ? അറിയുന്നതിന് മുൻപ് തിരിച്ചു വരാം യുവരാജൻ. വരൂ. ഈ ജലപ്രവാഹം നമ്മെ പോലെ തന്നെ തുള്ളിച്ചാടുന്ന കണ്ടില്ലേ? കുട്ടിക്കാലം മുതൽ ഈ ചെടികൾക്കും കൊടികൾക്കും ഇടയിലാണ് നാം വളർന്നത്. എന്നാലെന്ന് നിങ്ങളോടൊപ്പം വന്ന് ഈ ആനന്ദം പങ്കിടുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്.